തൊടുപുഴ മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ വരാൻ പോകുന്ന LSS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്സ് പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ്. മുൻവർഷ ചോദ്യപേപ്പർ വെച്ചിട്ടാണ് മാത്സ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോകളും സ്കിപ്പ് ചെയ്യാതെ കാണുക. ക്ലാസ്സിലേക്ക് കടക്കാം. സ്കൂൾ വാർഷികാഘോഷത്തിന് സംഘനൃത്തം, ഒപ്പന, തിരുവാതിര എന്നീ ഇനങ്ങളിൽ ഓരോന്നിലും 28 പേർ വീതം പങ്കെടുക്കുന്നുണ്ട്. സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 350 രൂപ വീതവും, ഒപ്പന, തിരുവാതിര എന്നിവയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 175 രൂപ വീതവും വേഷത്തിന് വാടകയായി കൊടുക്കണം. വേഷത്തിന് വാടകയായി ആകെ എത്ര രൂപ കൊടുക്കണം? ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വ്യക്തമായി പറയാം. എന്താ? സ്കൂൾ വാർഷികാഘോഷത്തിന് സംഘനൃത്തം, ഒപ്പന, തിരുവാതിര എന്നീ ഇനങ്ങളിൽ ഓരോന്നിലും 28 പേർ വീതം പങ്കെടുക്കുന്നുണ്ട്. എന്തൊക്കെ പരിപാടിയുണ്ട്? സംഘനൃത്തം, അല്ലേ? സംഘനൃത്തം, ഒപ്പന, തിരുവാതിര, 3 പരിപാടിയുണ്ട്. ആ ഓരോ പരിപാടിയിൽ എത്ര വീതം പേർ പങ്കെടുക്കുന്നുണ്ട്? 28 പേർ വീതം പങ്കെടുക്കുന്നുണ്ട്, അല്ലേ? സംഘനൃത്തത്തിൽ 28 പേരുണ്ട്, ഒപ്പനയിൽ 28 പേരുണ്ട്, അതുപോലെ തന്നെ തിരുവാതിരയിലും 28 പേരുണ്ട്. ഇനി സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് എത്ര രൂപ വെച്ച് കൊടുക്കണം? 350 രൂപ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഒപ്പന, തിരുവാതിര എന്നിവയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 175 രൂപ വെച്ച് കൊടുക്കണം. എന്താ ക്വസ്റ്റ്യൻ? വേഷത്തിന് വാടകയായി ആകെ എത്ര രൂപ കൊടുക്കണം, അല്ലേ? അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത്? നമുക്കറിയാം, ഓരോ ഇനത്തിലും പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? 28, അല്ലേ? ഓരോ ഇനങ്ങളിലും പങ്കെടുക്കുന്ന, അല്ലേ, പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം, ഓരോ ഇനങ്ങളിലും പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം എത്രയാ? എണ്ണം സമം എത്ര തന്നിട്ടുണ്ട്? 28 തന്നിട്ടുണ്ട്, അല്ലേ? അതിൽ സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് എത്ര കൊടുക്കേണ്ടത്? 350, അല്ലേ? അപ്പൊ നോക്കിയേ, സംഘനൃത്തം ഈക്വൽ ടു ഒരു കുട്ടിക്ക് എത്രയാ കൊടുക്കേണ്ടത്? 350 രൂപ. എത്ര കുട്ടികളുണ്ട്? 28 കുട്ടികളുണ്ട്. അപ്പൊ ഗുണിക്കണം 28. നോക്കിയേ, 350 28 കൊണ്ട് ഗുണിച്ചു നോക്കാം, അല്ലേ? 0 ഗുണിക്കണം 8 എത്രയായിരിക്കും? 0. ഏത് സംഖ്യന 0 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 0 കിട്ടും. അതുകൊണ്ട് 0 ഗുണിക്കണം 8 എത്രയായിരിക്കും? 0. നോക്കിയേ, 8 ഗുണിക്കണം 5 എത്ര? 8 ഗുണിക്കണം 5 ഒന്ന് 8ന്റെ ഗുണിതം നോക്കുക, അല്ലെങ്കിൽ 5ന്റെ ഗുണിതം നോക്കുക. അപ്പൊ എത്ര കിട്ടും? 8 ഗുണിക്കണം 5 40, അല്ലേ? 40ന്റെ 0 എവിടെ ഇട്ടു? 4 ശിഷ്ടം. ഇനി നോക്കുക, 3 24, അല്ലേ? 3 24. 8 ഗുണിക്കണം 3 24, 3 ഗുണിക്കണം 8 24, 24 ഉം 4 എത്രയാണ്? 28 ഇവിടെ, അല്ലേ? ഇനി ഈ സംഖ്യ വെച്ചിട്ട് ഇത് 3 കഴിഞ്ഞു. ഇനി ഏത് സംഖ്യ എടുക്കുക? ഈ 2 എടുക്കുക. ഇനി 2 ഗുണിക്കണം 0 എത്രയാ? 0, അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് സംഖ്യയോടും 0 കൊണ്ട് ഗുണിച്ചാൽ 0 കിട്ടും. ഇനിയോ 5 ഗുണിക്കണം 2, അല്ലെങ്കിൽ 2 ഗുണിക്കണം 5. ഒന്നെങ്കിൽ 2ന്റെ ഗുണിതം നോക്കുക, അല്ലെങ്കിൽ 5ന്റെ ഗുണിതം നോക്കുക. എത്ര കിട്ടും? 5 ഗുണിക്കണം 2 10. 10ന്റെ 0 ഇവിടെ ഇട്ടു, 1 ശിഷ്ടം. 3 ഗുണിക്കണം 2 എത്ര? 6, അല്ലേ? 6 3 7. ഇതെന്ത് ചെയ്യണം? കൂട്ടണം. മനസ്സിലായില്ലേ? 0. 0ത്തിന്റെ 0 കൂടി എത്രയാണ്? 0. 8ന്റെ 0 കൂട്ടിയാലോ? 8. ഏത് സംഖ്യയുടെ ഒപ്പരം 0 കൂട്ടിയാൽ എന്താ? അത് ആ സംഖ്യ തന്നെ കിട്ടും. അപ്പൊ 8 കൂട്ടണം 0 പറഞ്ഞാല് 8. പിന്നെ 7 കൂട്ടണം 2 9. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 9800, അല്ലേ? എത്രയാണ്? 9800. മനസ്സിലായില്ലേ? അപ്പൊ സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക്, അല്ലെ, 28 കുട്ടികൾക്ക് ആകെ കൊടുക്കേണ്ട രൂപ എത്ര? 9800 രൂപ കൊടുക്കണം. ഇനി ആരൊക്കെയാ? ഇനി ബാക്കി ഏതെങ്കിലും ഇനങ്ങളുണ്ട്? ഒപ്പന, അല്ലേ? ഇനി ഒപ്പനയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എത്ര രൂപ കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. ഒപ്പനയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടി എത്രയാ കൊടുക്കേണ്ടത്? 175 രൂപ, അല്ലേ? അപ്പൊ 175 ഗുണിക്കണം എത്ര കുട്ടികളാണ് പങ്കെടുക്കുന്നത്? ഓരോ ഇനങ്ങളിലും പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം എത്രയാ? 28. അപ്പൊ ഒപ്പനയിൽ എത്ര തന്നെ പങ്കെടുക്കുന്നുണ്ട്? 28 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്, അല്ലേ? ഗുണിച്ചു നോക്കാം. 175 ഗുണിക്കണം 28, അല്ലേ? 8 ഗുണിക്കണം 5 എത്ര? 40. അപ്പൊ 0 4 ശിഷ്ടം. പിന്നെയോ 8 56, 56 ഉം 4 ശിഷ്ടം കൂട്ടണം. അപ്പൊ എത്രയാ? 60. 60ന്റെ 0 ഇവിടെ ഇട്ടു,
6 ശിഷ്ടം. ഇനിയോ ഒരു 8 8 8 ഉം 6 എത്രയാ 14. 8ന്റെ 6 കൂട്ടുക അപ്പൊ എത്ര 14 16 അല്ല 14. ഇനി നോക്കിയേ ഇത് കഴിഞ്ഞ് ഈ സംഖ്യ കൂടി 3 സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്തു ഗുണിച്ചു. ഇനി രണ്ടാമത്തെ സംഖ്യ നോക്കിയേ i2 10. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ സംഖ്യ എടുത്ത് ചെയ്യുമ്പോൾ ഇവിടെ നിന്നല്ല തുടങ്ങേണ്ടത് ഈ 10ന്റെ സ്ഥാനത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. നോക്കിയേ i2 10 10ന്റെ 0 ഇവിടെ ഇട്ടു 1 ശിഷ്ടം അല്ലേ. 7 2 14 14 1 15 പിന്നെയും 1 ശിഷ്ടം വന്നു. 1 2 2 2 3 3. നോക്കിയേ 0 0 5 4 എത്ര കൂട്ടിയാല് 9 എത്ര 3 1 4 എത്ര കിട്ടി 4900 ഓർ 4900. ഇവിടെ എഴുതാം 4900 അല്ലേ. അല്ല ഇപ്പൊ എന്തെല്ലാം കണ്ടുപിടിച്ചു നമ്മള് സംഘനൃത്തം കണ്ടുപിടിച്ചു ഒപ്പനയും കണ്ടുപിടിച്ചു. ഇനി ഒരു ഇനം കൂടിയുള്ളേ ഏതാണ് തിരുവാതിര. ഓക്കെ ഒപ്പന തിരുവാതിര എന്നിവയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് 175 രൂപ. ഇതേ പൈസ തന്നെയാണ് എന്തിനും കൊടുക്കേണ്ടത് തിരുവാതിരക്കും കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താം തിരുവാതിര അല്ലേ. തിരുവാതിര തിരുവാതിര എത്ര കുട്ടികളുണ്ട് 28 കുട്ടികൾ തന്നെയല്ലേ. പൈസ എത്രയാ ഒപ്പനയുടെ പൈസ തന്നെയാണ് 175 രൂപ. ഒരു കുട്ടിക്ക് എത്ര കൊടുക്കണം 175 രൂപ കൊടുക്കണം. നേരത്തെ ചെയ്ത പോലെ 28 കൊണ്ട് ഗുണിക്കുക. 28 കൊണ്ട് ഗുണിച്ചതിന് ശേഷം എത്ര കിട്ടും 4900 ഓർ 4900. എന്താ നമുക്ക് കാണേണ്ടത് ക്വസ്റ്റ്യൻ എന്താ വേഷത്തിന് വാടകയായി ആകെ എത്ര രൂപ കൊടുക്കണം അല്ലേ. മൊത്തം കാണേണ്ടത് അല്ലേ. അപ്പൊ ഏതൊക്കെ കൂട്ടണം സംഘനൃത്തം ആകെ കൊടുത്ത കുട്ടികളുടെ വാടകയും പിന്നെ ഒപ്പനയുടെ വാടകയും തിരുവാതിര വാടകയും കൂട്ടണം. നമുക്ക് ആ കൂട്ടി വെക്കാം. ഏതൊക്കെ 9800 വേണമെങ്കിൽ എഴുതിക്കോ. ആകെ വാടക സമം ഏതൊക്കെയാ 9800 പ്ലസ് 4900 പ്ലസ് എവിടെ ഇല്ലേ തിരുവാതിരന്റെ 4900. ഓക്കെ 0 0 അല്ലേ 9 9 18 18 8 26 2 ശിഷ്ടം പിന്നെയോ 9 ഇല്ലേ ശിഷ്ടം ഇല്ലേ രണ്ടെണ്ണം 11 9 2 11 11 4 എത്രയാ 15 15 4 എത്രയാ 19. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി 19600 രൂപ. ഒന്നുകൂടി കൂട്ടി നോക്ക് 0 0 അല്ലേ 9 9 18 18 8 26 26 4 8 2 ശിഷ്ടം പിന്നെയോ 4 4 8 8 9 എത്രയാ 8 9 17 17 2 19 19600. അപ്പൊ ആകെ വാടകയായിട്ട് എത്ര കൊടുക്കണം 19600. മനസ്സിലായില്ലേ. നേരത്തെ നമ്മൾ ഒന്നാമത്തേല് ക്വസ്റ്റ്യൻ 1 A ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇനി B ക്വസ്റ്റ്യൻ നോക്കിയേ നാടകത്തിൽ പങ്കെടുക്കുന്ന 8 കുട്ടികൾക്കും കൂടി വേഷത്തിന് 864 രൂപ ചെലവായി. ഇത് 8 പേരും തുല്യമായി വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു കുട്ടി എത്ര രൂപ കൊടുക്കണം അല്ലെ. നേരത്തെ ചെയ്താൽ നമ്മൾ എന്താ ചെയ്തത് ഗുണിക്കല്ലേ ചെയ്തത്. ഇതെന്താ ചെയ്യേണ്ടത് വീതം വെക്കുന്നതാണ്. വീതം വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഹരിക്കുക ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ. പിന്നെ നോക്കിയേ നേരത്തെ കണക്കിൽ എന്താ പറഞ്ഞത് അല്ലേ. നേരത്തെ കണക്കിൽ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് എത്രയാണ് 28 തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ എന്താ തന്നിട്ടുണ്ടായിരുന്നത് ഒരു കുട്ടി കൊടുക്കേണ്ട രൂപയും തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു കുട്ടി കൊടുക്കേണ്ട വാടക എത്രയാണെന്നും തന്നിട്ടുണ്ടായിരുന്നു 175 അല്ലെങ്കിൽ 370. എന്നിട്ട് എന്താ ചെയ്തത് ആകെ രൂപയാണ് കണ്ടുപിടിച്ചത് അല്ലേ. ആകെ രൂപയാണ് നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചത്. ആകെ രൂപ. അപ്പം എന്ത് ചെയ്തു എത്രയാണോ ഒരു കുട്ടിക്കുള്ളത് എത്രയാണോ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട വാടക ആ വാടകയും ഈ 28 രൂപയും തമ്മിൽ എന്താ ചെയ്തത് ഗുണിച്ചതാണ് അല്ലേ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട് കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. എത്രയാ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 8 അല്ലേ. 8 തന്നിട്ടുണ്ട്.
ഇവിടെ 8 തന്നിട്ടുണ്ട്. നോക്കിയേ, പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആകെ രൂപയും തന്നിട്ടുണ്ട്. ആകെ രൂപ അല്ലേ? ആകെ രൂപ തന്നിട്ടുണ്ട്. എത്രയാ വേഷത്തിന് കൊടുക്കേണ്ട ആകെ ചെലവായ രൂപ എന്ന് പറയുന്നത് 864 അല്ലേ? 864. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട വാടക എത്രയാണെന്ന് അല്ലേ? ഒരു കുട്ടി എത്ര രൂപ കൊടുക്കണം അല്ലേ? ഒരു കുട്ടി എത്ര രൂപ കൊടുക്കണം? അപ്പൊ ഒരു കുട്ടി കൊടുക്കേണ്ട രൂപ, ഒരു കുട്ടി കൊടുക്കേണ്ട രൂപ എത്രയാ? ഒരു കുട്ടി കൊടുക്കേണ്ട രൂപ അല്ലേ? നേരത്തെ എന്താ ചെയ്തത്? കുട്ടികളുടെ എണ്ണവും ഒരു കുട്ടി കൊടുക്കേണ്ട വാടകയും തമ്മിൽ എന്താ ചെയ്തത്? ഗുണിച്ചത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആകെ രൂപ കിട്ടി അല്ലേ? ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇവിടെ കുട്ടികളുടെ എണ്ണവും തന്നിട്ടുണ്ട്, ആകെ രൂപയും തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ആകെ രൂപയെ കൊണ്ട് ഈ ആകെ രൂപയെ എണ്ണം കൊണ്ട് എടുക്കണം. മനസ്സിലായില്ലേ? എന്താ വീതിച്ചെടുക്കുന്നതല്ലേ? അപ്പൊ തുല്യമായി വീതിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ആകെ രൂപയുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കിയേ? 864 ഹരിക്കണം 8. മനസ്സിലായേ? 864 ഹരിക്കണം 8. വീണ്ടും നോക്കുക, എന്താ ഹരിക്കുക? 864 ഹരിക്കണം 8. നോക്കാം, ഹരിച്ച് നോക്കാം എത്രയാ കിട്ടുന്നതെന്ന്. നമുക്ക് ചെയ്ത് നോക്കാം. 864 ഹരിക്കണം 8 അല്ലേ? ഏകദേശം ആക്കും, ഹരണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് പഠിച്ചു തന്നെ പോകാം. ഇവിടെ നോക്കിയേ, ആദ്യം 8 എടുക്കാം അല്ലേ? 8 എത്ര പ്രാവശ്യമാണ്? 8 കൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം, ഒരു 8 8. അപ്പൊ 1 വിടുക. 1 ഗുണിക്കണം 8 എത്രയാ? 8 അല്ലേ? ആ 8 വിടുക. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ 8ഉം 8ഉം കുറക്കുക. 8 8 കുറച്ചാൽ എത്രയാ? 0. ആ 0 ഇവിടെ ഇട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഈ സംഖ്യ കഴിയും. ഇനി അടുത്ത തൊട്ട സംഖ്യ എന്ത് ചെയ്യുക? ഇറക്കി എഴുതുക. നോക്കേ, 6. ഏതാണ് വലിയ സംഖ്യ? 8 ആണോ വലുത് 6 ആണോ വലുത്? 6നെ 8 കൊണ്ട് ഹരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അത് പറ്റൂല. എന്തുകൊണ്ടാ? 6 ചെറിയ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത സംഖ്യ ഇറക്കി എഴുതും. അപ്പൊ എന്ത് ചെയ്യണം? തൊട്ടടുത്ത സംഖ്യ അല്ലേ? ആദ്യം ഒരു സംഖ്യ ഇറക്കി, രണ്ടാമത് മറ്റൊരു സംഖ്യ ഇറക്കിയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ചേർത്ത് കൊടുക്കണം. രണ്ട് സംഖ്യ ഒരേ സമയത്ത് താഴോട്ട് ഇറക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? 0 ചേർത്ത് കൊടുക്കുക. അപ്പൊ എത്രയായി? 64. 64 8 പോവില്ലേ? പോവും. 8ന്റെ ഗുണനം നോക്കുക. 8 8 64. അപ്പൊ 8 എഴുതുക. 8 ഗുണിക്കണം 8 64 അല്ലേ? ഇതെന്ത് ചെയ്യുക? 64ൽ നിന്ന് 64 കുറക്കുക. എത്ര കിട്ടും? 0. അപ്പൊ നോക്കിയേ, ഒരു കുട്ടി കൊടുക്കേണ്ട രൂപ എത്രയാ? 108 രൂപ. മനസ്സിലായില്ലേ? ഒരു കുട്ടി കൊടുക്കേണ്ട രൂപ എത്രയാണ്? 108 രൂപ. മനസ്സിലായില്ലേ? ഇനി ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? 5 കുട്ടികൾ ചേർന്ന് എന്ത് ചെയ്തു? 50 രൂപയുടെ പെൻസിൽ വാങ്ങി അല്ലേ? 50 രൂപയുടെ പെൻസിൽ വാങ്ങി. അപ്പൊ ഒരു കുട്ടി എത്ര രൂപ എടുക്കണം അല്ലേ? ഒരു കുട്ടി എത്ര രൂപ എടുക്കണം ഇല്ലെങ്കിൽ നൽകണം? മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ആകെ രൂപേണ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? അപ്പൊ എത്ര കിട്ടും? 50 ഹരിക്കണം 5 അല്ലെ? 50 ഹരിക്കണം 5 അറിയില്ലേ? 50 ഹരിക്കണം 5 എത്രയാ? 5 5 ഒരു പ്രാവശ്യം. എത്ര കിട്ടും? ഒരു 5 5 5 5 കുറച്ചാൽ 0. ഇവിടെ ഒരു 0 അല്ലേ? അത് മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര? ഒരു കുട്ടി 10 രൂപ വെച്ച് എടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എന്ത് ചെയ്യണം? ആകെ വിലയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. ആകെ വിലയെ എണ്ണം കൊണ്ട് ഹരിക്കുക. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തറയിൽ പതിക്കാനായി 398 പാക്കറ്റ് ടൈലുകൾ വാങ്ങി. ഒരു പാക്കറ്റിന് 149 രൂപയാണ് വില. എങ്കിൽ ടൈലുകൾ വാങ്ങാൻ ആകെ എത്ര രൂപ ചെലവായി? ഒന്നുകൂടി വായിക്കാം. തറയിൽ പതിക്കാനായി 398 പാക്കറ്റ് ടൈലുകൾ വാങ്ങി. ഒരു പാക്കറ്റിന് 149 രൂപയാണ് വില. എങ്കിൽ ടൈലുകൾ വാങ്ങാൻ ആകെ എത്ര രൂപ ചെലവായി? അല്ലേ? 2022 പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ? 2022 ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നേരത്തെ പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യന്റെ വേറൊരു ടൈപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? ക്വസ്റ്റ്യൻ ഇങ്ങനെ സാധനങ്ങളുടെ പേര് മാറുന്നല്ലാതെ ചെയ്യേണ്ട ക്രിയയെല്ലാം ഒന്ന് തന്നെ. ഓക്കെ, തറയിൽ പതിക്കാനായി 398 പാക്കറ്റ് ടൈലുകൾ അല്ലേ? എത്ര പാക്കറ്റ് ടൈലുകളുണ്ട്? 398. നോക്കാം, 398 പാക്കറ്റ് ടൈലുകൾ ഉണ്ട്.
398. എന്നിട്ട് എന്താ പറയുന്നത്? ഒരു പാക്കറ്റിന് എത്ര വിലയാണ്? 149 രൂപ അല്ലേ? ഒരു പാക്കറ്റിന്റെ വില എത്ര? 149 രൂപ. എങ്കിൽ ടൈലുകൾ വാങ്ങാൻ ആകെ എത്ര രൂപ ചെലവായി? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? തറയിൽ പതിക്കാൻ 398 പാക്കറ്റ് ഉണ്ട്. ഒരു പാക്കറ്റിന്റെ വില 149 ആണ്. അപ്പൊ 398 പാക്കറ്റിന്റെ വില എങ്ങനെയാ കാണുക? ഈ 398നെ 149 കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായില്ലേ? എത്ര പാക്കറ്റ് ഉണ്ടെന്നാ പറഞ്ഞത്? 398 പാക്കറ്റ് ഉണ്ടെന്നാ പറഞ്ഞത്. ഒരു പാക്കറ്റിന്റെ വില തന്നിട്ടുണ്ട് അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താ? 5 പെൻസിലുകൾ വാങ്ങി, ഒരു പെൻസിലിന് 5 രൂപ. അപ്പൊ എന്ത് ചെയ്യണം? 5 പെൻസിലിന്റെ വില എങ്ങനെയാ കാണാം? 5 ഗുണിക്കണം 5. ഇവിടെ എങ്ങനെയാണ് നോക്കിയേ? തറയിൽ പതിക്കാനായി 398 പാക്കറ്റ് ഉണ്ട്. ഒരു പാക്കറ്റിന്റെ വിലയും തന്നിട്ടുണ്ട്. അപ്പൊ ആകെ വില എങ്ങനെയാ കാണുക? അപ്പൊ എങ്ങനെ എഴുതാം? ആകെ രൂപ അല്ലെ? ആകെ വില സമം 398 ഗുണിക്കണം 149 അല്ലെ? 398 ഗുണിക്കണം 149. ഗുണിച്ചു നോക്കാം. ഓക്കെ, 398 ഗുണിക്കണം 149. ഗുണിച്ചൂടെ? 3 സംഖ്യ ഉണ്ട് അല്ലേ? ഗുണിക്കുന്നത് തെറ്റാൻ പാടില്ല, ശ്രദ്ധിച്ച് ഗുണിക്കണം. നോക്കാം. 9 ഗുണിക്കണം 8 അല്ലേ? അല്ലെങ്കിൽ 8ന്റെ ഗുണിതം നോക്കുക, അല്ലെങ്കിൽ 9ന്റെ ഗുണിതം നോക്കുക. 9 ഗുണിക്കണം 8 72 അല്ലേ? അപ്പൊ 2 ഇവിടെ ഇട്ടു, 7 ഇവിടെ ഇട്ടു. ഇത് നോക്കിയേ, 99 81. ആദ്യം ഈ സംഖ്യയോട് ഗുണിക്കുക, പിന്നെ ഈ സംഖ്യയോട് ഗുണിക്കുക, പിന്നെ ഈ സംഖ്യയോട് ഗുണിക്കുക. ആദ്യം 8 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 9 ഗുണിക്കണം 8 72, 7 ശിഷ്ടം വന്നു അല്ലെ? 2 എടുത്ത് 7 ശിഷ്ടം. നോക്കിയേ, 9 ഗുണിക്കണം 9 81 അല്ലേ? 81 അതിന്റെ പേര് ശിഷ്ടം കൂട്ടുക. അപ്പൊ എത്ര കിട്ടി? 81 7 88. പിന്നെ എത്ര ശിഷ്ടം വന്നു? 8 ശിഷ്ടം വന്നു അല്ലേ? ഇനി നോക്ക്, 9 ഗുണിക്കണം 3 27. 27 8 എത്ര? 35. അപ്പൊ ഈ 9നെ കൊണ്ട് ഈ സംഖ്യകളെല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്തത് എഴുതുമ്പോ ഈ 10ന്റെ സ്ഥാനം തൊട്ടാ തുടങ്ങേണ്ടത്. നോക്കിയേ, 8 4 എത്രയാ? 32. ആ 2 ഇടിട്ടു 3 ശിഷ്ടം. ഇനിയോ 9 4 36. 36 3 39. പിന്നെയും 3 ശിഷ്ടം. ഇനി നോക്കിയേ, ഇനിയെ കൂടെ ഗുണിക്കേണ്ടത് 4 3 12. 12 3 എത്രയാണ്? 15. അപ്പൊ രണ്ടാമത്തെ സംഖ്യ ഈ മുകളിലത്തെ എല്ലാ സംഖ്യകളും കൊണ്ടും ഗുണിച്ചു. ഇനി ഒന്നല്ലേ ബാക്കിയുള്ളത്? ഓക്കെ, 1 ഗുണിക്കണം 8 8. 1 ഗുണിക്കണം 9 9. 1 ഗുണിക്കണം 3 3 അല്ലേ? ഈ സംഖ്യ കൊണ്ട് തുടങ്ങുമ്പോ കണ്ടോ, ആദ്യത്തെ സംഖ്യ കൊണ്ട് ചെയ്യുമ്പോ ഇവിടെ നേരെ എഴുതി, പിന്നെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 10ന്റെ സ്ഥാനത്ത് എഴുതി, പിന്നെ മൂന്നാമത്തെ സംഖ്യ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? 100ന്റെ സ്ഥാനത്ത് എഴുതണം. മനസ്സിലായില്ലേ? ഇനി നോക്കാം, കൂട്ടി നോക്കാം. ഇത് 3 ഇങ്ങനെ കൂട്ടുക. എത്ര കിട്ടും? 2 8 2 10. 1 ശിഷ്ടം അല്ലേ? ഓക്കെ, 9 5 14. 14 8 എത്രയാ? 14 8 22. 22 3 23. 2 ശിഷ്ടം. ഇനിയോ 5 3 8. 8 2 10. 10 9 19. പിന്നെയും 1 ശിഷ്ടം. 3 3 4. 4 3 5. അപ്പൊ നോക്കിയേ, എത്ര രൂപ കിട്ടി? എത്രയാ? 59,302. 59,302. ഇതെങ്ങനെയാ വായിക്കേണ്ടത് അറിയില്ലേ? 5 9 3 0 2 ഇങ്ങനെയല്ലേ? ഇതെന്താ? ഇത് 1ന്റെ സ്ഥാനം അല്ലേ? ഇത് 10ന്റെ സ്ഥാനം. ഇതോ 100ന്റെ സ്ഥാനം അല്ലേ? 100ന്റെ സ്ഥാനം. ഇത് 1000ന്റെ സ്ഥാനം. 1000. ഇതോ? ഇത് 10,000 അല്ലെങ്കിൽ 10,000ത്തിന്റെ സ്ഥാനം. 10,000. അപ്പൊ നോക്കിയേ, 5 10 അല്ലേ? 5 10,000. അപ്പൊ എത്രയായി? 50,000. 50,000 പിന്നെ എത്ര ഉണ്ട്? 9,000 അല്ലേ? 50,000 പ്ലസ് 9 എത്രയാ? 59,000. 59,000 3 100. അപ്പൊ 300 എത്ര? 0 അല്ലേ? 10 ഇവിടെ 10. അപ്പൊ 302. ഇവിടെ 0 ആയതുകൊണ്ട് 10ന് ഇവിടെ വിലയില്ല. അതുകൊണ്ട് അപ്പൊ എങ്ങനെ വായിക്കണം? 59,302. 10ന്റെ സ്ഥാനത്ത് 0 ആണ്. അതുകൊണ്ട് നമ്മൾ അത് കണക്കൂട്ടേണ്ട ആവശ്യമില്ല. അത് ഒഴിവാക്കിയിട്ട് ബാക്കി വയ്ക്കാം. 59,302.
മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ എന്ത് വായിക്കല്? സംഖ്യകൾ ചേർത്ത് വായിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 8 ബൾബുകളുള്ള ഒരു പാക്കറ്റിന് 984 രൂപയാണ് വില എങ്കിൽ ഒരു ബൾബിന്റെ വില എത്രയാണ്? നമ്മൾ 2024 ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചു അല്ലേ? 8 കുട്ടികൾക്ക് ചേർന്നിട്ട് ആവേശത്തിന് എത്ര രൂപ കൊടുക്കേണ്ടി വന്നു? 864 രൂപ കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഒരു കുട്ടി എത്ര രൂപ എടുക്കണം അല്ലേ? തുല്യമായി വിധിച്ചതാണ്. എന്ത് ചെയ്തതാണ്? 864 8 കൊണ്ട് ഹരിച്ചത്. ഇവിടെ നോക്കിയേ, അതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കേ. ഏത് വർഷത്തെയാ? 2022 വന്ന ക്വസ്റ്റ്യൻ ആണ്. 8 ബൾബുകളുടെ ഒരു പാക്കറ്റിന് 984 രൂപ അല്ലേ? അപ്പൊ ഒരു പാക്കറ്റിന് എത്ര വിലയാണ്? 8 ബൾബുള്ള ഒരു പാക്കറ്റിന് 984 രൂപയാണ് വില എങ്കിൽ ഒരു ബൾബിന്റെ വില എത്രയാണ്? ആ പാക്കറ്റിലുള്ള ഒരു ബൾബിന്റെ വിലയാണ് കാണാൻ പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം, ഒരു പാക്കറ്റിലുള്ള ഒരു പാക്കറ്റിന്റെ വില, ഒരു പാക്കറ്റിന്റെ വില എത്രയാ? 984 രൂപ അല്ലേ? ഒരു പാക്കറ്റിന്റെ വില 984 രൂപയാണ്. എത്ര ബൾബുകളുണ്ട്? ബൾബുകളുടെ എണ്ണം എത്രയാണ്? 8 അല്ലേ? ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? 984 8 കൊണ്ട് ഹരിച്ച് ഉത്തരം എഴുതിയാൽ മതി. വഴി എഴുതാൻ നിർബന്ധമില്ല. ഞാനിത് നമുക്ക് വഴി എഴുതി ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? പരീക്ഷയ്ക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുക? 984 ഹരിച്ചിട്ട് 8 കൊണ്ട് ഹരിച്ചിട്ട് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ഒരു പാക്കറ്റിന്റെ വില എത്ര തന്നിട്ടുണ്ട്? 984 രൂപ. ആ ഒരു പാക്കറ്റിൽ എത്ര ബൾബുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? 8 ബൾബുകൾ അല്ലേ? ബൾബുകളുടെ എണ്ണം എന്ന് പറഞ്ഞത് 8. അപ്പോൾ ഒരു ബൾബിന്റെ വില എത്രയാ? നോക്കിയേ, 984 ഹരിക്കണം 8. മനസ്സിലായില്ലേ? ഒരു ബൾബ് ആകെ എത്ര? 8 ബൾബുകൾക്ക് കൂടിയ വിലയാണ് 984. മനസ്സിലായില്ലേ? ഒരു പാക്കറ്റിൽ അടങ്ങിയ ബൾബിന്റെ എണ്ണം എത്രയാ? 8. ആ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 984 രൂപയാണ്. അതിലുള്ള ബൾബുകളുടെ എണ്ണം എത്രയാണ്? ഇവിടെ എഴുതിക്കോ, പാക്കറ്റിലുള്ള ബൾബുകളുടെ എണ്ണം. അപ്പൊ പിന്നെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാണ്. പാക്കറ്റിലുള്ള ബൾബുകളുടെ എണ്ണം എത്രയാണ്? 8. ഒരു ബൾബിന്റെ വില എങ്ങനെ കാണുക? ആ പാക്കറ്റിന്റെ വിലേന 8 കൊണ്ട് ഹരിച്ചാൽ മതി. നോക്കേ, എത്ര കിട്ടും? 984 ഹരിക്കണം 8. ചെയ്തു നോക്കാം നമുക്ക്. 984 ഹരിക്കണം 8 അല്ലേ? നോക്കിയേ, ഇത് 9 ആണ്, ഇത് 8 ആണ് അല്ലേ? 9 8ൽ എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം പോവും. 8നേക്കാളും ഒന്നും കൂടുതലാണ് 9. അപ്പോൾ ഒരു പ്രാവശ്യം പോവും. അപ്പോൾ ഇവിടെ 1 1 8 8 അല്ലേ? ഇനി കുറക്കുക. 9 9 കുറച്ചാൽ എത്ര? 1. ഇവിടെ 1ൽ പോവില്ല, 8 പോവില്ല, കാരണം 1 ചെറുതാണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത സംഖ്യ ഇറക്കി എഴുതുക. അപ്പൊ എത്രയായി? 18 ആയി. ഇനി നോക്കിയേ, 18 8ൽ പോവോ? 18 8ൽ പോവില്ല. അപ്പൊ എന്ത് ചെയ്യണം? 8ന്റെ ഗുണിതത്തില് 18നേക്കാളും ചെറിയ സംഖ്യ തൊട്ട് താഴെ വരുന്ന ചെറിയ സംഖ്യ നോക്കുക. ഓക്കെ, 1 8 8 2 16 3 24 ആണ്. അത് 24 18നേക്കാളും വലുതല്ലേ? അപ്പൊ 16 എടുക്കാം. 2 16. അപ്പൊ 2 ഗുണിക്കണം 8 എത്രയാണ്? 16. ഓക്കെ, 8 4 കുറച്ച എത്ര? 8 4 കുറച്ചാല് 2. 1 1 കുറച്ചാല് 0. അത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഇറക്കാൻ ഒരു സംഖ്യ കൂടി ബാക്കിയുണ്ട് 4. ആ 4 ഇവിടെ ഇറക്കി എഴുതി. അപ്പൊ എത്രയായി? 24. ഇനി 8ന്റെ ഗുണിതത്തിൽ 24 വരുന്നുണ്ടോ നോക്കാം. നോക്കിയേ, 1 8 8 2 16 3 8 24. അപ്പൊ ആ 3 ഇവിടെ ഇടുക. 3 8 24. എന്നിട്ട് 24 24 എന്ത് ചെയ്യുക? കുറക്കുക 0. അപ്പൊ എത്രയാണ്? ഒരു ബൾബിന്റെ വില 123 രൂപ. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്കിപ്പം ഹരിച്ചത് ശരിയാണോ എന്ന് അറിയുന്ന എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമുക്കിവിടെ ചെയ്ത ഹരണം ശരിയാണോ എന്ന് അറിയില്ല. അപ്പൊ എന്ത് ചെയ്ത് നോക്കാം? ഈ കിട്ടിയ ഒരു ബൾബിന്റെ വില ഈ ബൾബുകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. മനസ്സിലായില്ലേ? ഈ 123 എന്ത് ചെയ്താൽ മതി? 8 കൊണ്ട് ബൾബിന്റെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ ആകെ രൂപ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. നോക്കിയേ, ഒന്ന് ഗുണിച്ച് നോക്കിയാലോ? 123 ഗുണിക്കണം 8.
8 ഗുണിക്കണം 3 എത്ര 24 അല്ലേ 4 2 ശിഷ്ടം 28 16 16 2 എത്ര 18 8 1 ശിഷ്ടം 1 8 8 8 3 9 അപ്പോൾ നമ്മൾ ഹരിച്ചത് ശരിയാണ് അല്ലേ 123 ശരിയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. മനസ്സിലായല്ലോ? ഈ മോഡലിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മനസ്സിലായേ? ഇപ്പോൾ ഞാൻ 2024 2022 എടുത്തിട്ടുള്ളൂ. അതിൽ ഏകദേശം ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ഇനിയും നമുക്ക് ഇതേപോലെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ചെയ്യണം. ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാർട്ടിൽ കാണാം. എല്ലാ പാർട്ട് വീഡിയോസും എന്തായാലും കാണാം. ഒരു വീഡിയോസും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.